സർവീശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിശുവിനെ സ്മരിച്ചുകൊണ്ടും വേദിയിലും സൃഷ്ടിക്കുന്ന ആത്മബന്ധുക്കൾ, നമ്മൾ ഈ ആശ്രമം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ആശ്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പല രീതിയിലുള്ള ആരാധനാ കർമ്മങ്ങളും നമ്മൾ പരിചയപ്പെടുന്നു. പക്ഷേ അതിനെല്ലാം വ്യത്യസ്തമായ ഒരു ധർമ്മമാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഇവിടെ ആരെങ്കിലും പുതിയതായിട്ട് വന്നവരുണ്ടോ ഇന്ന്? ആദ്യമായിട്ട് വരും അല്ലേ? ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല എങ്കിലും കേട്ടോ, പിന്നീട് അത് ക്ലിയർ ചെയ്ത് തരും. നമുക്ക് ഒരു ആശ്രമം കൊണ്ട് നമ്മൾ എന്ത് നേടണം, അല്ലെങ്കിൽ ആശ്രമം കൊണ്ട് എന്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് മനസ്സിലാക്കാനുള്ള ഒരു അറിവോ ശേഷിത്വമോ ഒരു 100 കൊല്ലം മുമ്പ് വരെ ഇല്ല. 100 കൊല്ലം മുമ്പ് നമുക്ക് ഒരാൾക്കും ആത്മീയമായ ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്കറിയാം. 21-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുന്ന പല സിനിമകളിൽ നിങ്ങളത് കണ്ടിട്ടുണ്ട്. അമ്പലത്തിൽ പോലും കയറാൻ നമുക്ക് അനുവാദമില്ലാത്തവരും, ഓത്തുള്ള ബ്രാഹ്മണന്മാരും ഓത്തില്ലാത്ത ബ്രാഹ്മണന്മാരുണ്ട്. അറിയോ? അങ്ങനെയൊക്കെ അറിയോ? സാമൂതിരി രാജാവിൻ്റെ അവിടെ എങ്ങനെയായിരുന്നു? ഓത്തുള്ള നമ്പൂരിമാരുണ്ടായിരുന്നു. അവർക്ക് വേദമൊക്കെ ഓതാം. ചില നമ്പൂരിമാർക്ക് എന്തില്ല? ഓത്ത് പാടില്ല. അങ്ങനെ കുറേ ഉണ്ട്. നമ്മുടെ ആത്മീയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മളെ ഇപ്പോൾ ബാധിക്കുന്നു. അതാണ് നമ്മുടെ എല്ലാ പ്രശ്നം. അതുകൊണ്ട് ഇപ്പോൾ സംസാരിച്ചു സന്ധ്യ അമ്മ പറഞ്ഞ പോലെ എല്ലാവരും ഉറങ്ങുന്നത് എന്താണ്? അത് നമ്മളെ ബാധിക്കുന്നതുകൊണ്ടാണ്. നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി ഇറങ്ങുന്നു, അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി പഠിക്കാൻ പോകുന്നു. ആ പഠനത്തിൽ അവന് ശ്രദ്ധ ചെലുത്താൻ പറ്റാത്ത രീതിയിൽ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരും. അപ്പോൾ അവൻ അവിടെ കിടന്ന് കുഴയും. മാത്രമല്ല, ചില ആൾക്കാരൊക്കെ ഈ നാട് വിട്ടു പോകേണ്ടി വരും അല്ലേ? നമ്മൾ അഭിമാനത്തോടെയൊക്കെ പറയാറുണ്ട്, മക്കൾ സ്റ്റേറ്റ്സിലാണ് അല്ലേ? പറയാറില്ലേ? ഞാനൊക്കെ എൻ്റെ അടുത്തൊക്കെ എത്ര USA യിൽ പോകുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ നമ്മൾ 3-ാമത്തെ ആൾക്കാരാണ്. 3 അല്ല 4-ാമത്തെ. അവിടുത്തെ 1-ാമത്തെ ആൾക്കാരാരാ? USA വെളുത്ത ആൾക്കാരാണ്. 2-ാമത്തെ ആൾക്കാരാരാ? USA കറുത്ത ആൾക്കാർ. 3-ാമത്തെ ആരാ അറിയോ? യൂറോപ്യൻസാണ്. അത് കഴിഞ്ഞിട്ട് ആരുള്ളൂ? നമുക്ക് വിലയില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട്. എന്താണ്? ഇതൊക്കെ പറയാം, സ്റ്റേറ്റ്സിലാണെന്നൊക്കെ പറയുമ്പോൾ മുരളി മാഷൊക്കെ ഒന്ന് എണീച്ച് നിൽക്കും, ഒന്നിരിക്കും എന്നൊക്കെ പറയും. എന്താ കാരണം? അമേരിക്ക എന്തോ ആനത്തലയാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ഗുരു. അതൊക്കെ വലുത് തന്നെയാണ്. കാരണം എന്താണ് അതിൻ്റെ കാരണം? എന്താണ്? ഗുരു വളരെ വ്യക്തമായി പറഞ്ഞത് അതിൻ്റെ കാരണം. അമ്മയില്ലാത്ത നാട്ടിലേക്കാണ് അവർ പോകുന്നതുകൊണ്ട്. ആ ഗുരുവാണി വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഗുരു പറയണത് ലോകത്ത് 2 രീതിയിൽ ആരാധനാ കർമ്മമേ ഉള്ളൂ. എത്ര രീതിയിലുള്ളതാ? 2. ഒന്നെന്താ? ഒന്ന് ഗുരുപരമ്പരയാണ്. 2 നമ്മുടെ രീതിയാണ് അല്ലേ? ത്രിമൂർത്തി സമ്പ്രദായം അല്ലെങ്കിൽ ദേവീദേവ സമ്പ്രദായം. ശരിയല്ലേ? അപ്പോൾ ഗുരുപരമ്പരയിൽ പെട്ട ആൾക്കാർ ആരൊക്കെയാ? യേശുവാണ്. യേശു ഒരു ഗുരുവാണ് അല്ലേ? അതിനെ മുറുക്ക പിടിച്ചു. നബി ആരാ? ഒരു ഗുരുവാണ്. മോസിസ് ആരാ? ഗുരുവാണ്. ബുദ്ധൻ ആരാ? ഒരു ഗുരുവാണ്. ഗുരുനാനാക്ക് ആരാ? ഒരു ഗുരുവാണ്. അതിൻ്റെ ധർമ്മത്തിൽ അവർ ജീവിച്ചു പോയി. അങ്ങനെ ജീവിക്കുന്നവൻ്റെ പ്രകൃതി വളരെ ഉയർന്നതായി.
അങ്ങനെ 7 തലമുറ യേശുവിനെ മുറുക്ക പിടിച്ച് വന്നിട്ടുള്ള ജീവനുകൾ ജീവിക്കുന്ന സ്ഥലമാണേത്? യൂറോപ്പും അമേരിക്കയും ഒക്കെ. അപ്പൊ അവരുടെ ചിന്താഗതി എങ്ങനെയായിരിക്കും? വളരെ ഉയർന്ന. നമ്മുടെയോ? നമ്മൾ എന്തിനെയാണ് ആരാധിക്കുക നമുക്ക് പോലും അറിയില്ല. മച്ചിന് മുകളിലുള്ളത്, മച്ചിൻ്റെ താഴെ, അല്ലേ, ഗുളികൻ, ഇത് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ആയിരക്കണക്കിന്, 12,000 കണക്കിന്. എന്നിട്ട് നമ്മൾ പറയും ഇതിന് വളരെയേറെ പഴക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അടിക്കും. ഞാൻ ചോദിച്ചു എത്ര പഴക്കമുണ്ട്? അതൊക്കെ എത്രയോ ആണ് സ്വാമിക്കൊന്നത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് അടിക്കുക. ഇപ്പം ഈ കർമ്മത്തിൽ വന്നിട്ടുള്ള ധർമ്മമില്ലായ്മ നമ്മളെ ശേഷിത്വക്കുറവും കൊണ്ടുവരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? പറ. നമ്മൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള കർമ്മമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നു, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിവിടെ പണിയെടുക്കുന്ന പല സാധനങ്ങളും നമ്മുടെ സിസ്റ്റത്തിലുള്ള സാധനങ്ങളാണ്, അല്ലേ? ഇപ്പോൾ ഒരു ഇവിടെ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന പിക്കാസ് നമ്മൾ മാറ്റുമോ? അതുകൊണ്ട് തന്നെ വിട്ടുള്ളൂ, നമുക്കതറിയില്ല. പക്ഷേ ഒരു ഇംഗ്ലീഷുകാരൻ എന്ത് ചെയ്യും? നിരന്തരം ചിന്തിക്കാം. ഗുരുപരമ്പരയിൽപ്പെട്ട ജീവനാണ്. അപ്പം അതിനെന്താ ശേഷിത്വം? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും എത്രയാണ് ബ്രെയിന്? 1400 ഉള്ളൂ. എല്ലാവർക്കും 2 കാലും 2 കൈയും 2 കണ്ണേ ഉള്ളൂ. ഒരാൾക്കും ദൈവം 1 ഗ്രാം അധികം കൊടുത്തിട്ടില്ല. ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനാണെന്ന് വിളിക്കുന്ന ആളുടെ തലയിനെ അടിച്ചു മാറ്റി ഗോംസ് ഗ്യാങ്. ഗോംസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ്. തിരിച്ചും മറച്ചും തിരിച്ചും ഒക്കെ എടുത്ത് നോക്കി, 1 മില്ലിഗ്രാം അധികമില്ല. പിന്നെന്താണ്? ആ ജീവൻ ആ ഗുരുപരമ്പരയിൽ വന്നപ്പോൾ അവർ ഈ ലോകത്തിൻ്റെ സകല കണ്ടുപിടുത്തങ്ങൾ അവർ കീഴിലായി. നമ്മളെന്താ കണ്ടുപിടിച്ചിരിക്കണം? മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന സ്റ്റിക്കർ കൃത്യമായി ഒട്ടിക്കുന്നുണ്ട്, അല്ലേ? ഇന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഇരിക്കുന്ന കുട്ടികൾക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ ഈ യേശുവിൻ്റെ പരമ്പര, ഗുരുപരമ്പരയുടെ അല്ലാത്ത എന്തെങ്കിലും ഒരു വസ്തു കാണിച്ചു തരാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയും. ഞാൻ പറഞ്ഞു ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞു ഞാൻ പണ്ട്, അല്ലേ? അപ്പോൾ ഇഡ്ഡലി അരയ്ക്കുന്നത് ഏതിലാ? ഗ്രൈൻഡറിലാണ്. ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഏതിലാ? ഇഡ്ഡലി പാത്രം. ആ പാത്രം ആരാ ഉണ്ടാക്കിയത്? അവൻ്റെ ടെക്നോളജിയാണ്. നമുക്ക് എന്തേ ഉള്ളൂ? നല്ല ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കുക. അല്ല, തെറ്റില്ല. കാരണം നമ്മുടെ ജീവന് നോക്കൂ. ഈ മൊബൈൽ എങ്ങനെ ഉണ്ടായത്? ആർക്കും പറയാൻ പറ്റും? ഒരു അത്യാവശ്യം ലോകത്തിലൊരു പ്രശ്നം വന്നപ്പോൾ ഉണ്ടാക്കിയ സാധനമാണ്. ആർക്കും പറയാൻ പറ്റും? 1990 കുവൈറ്റിനെ ഇറാഖ് ആക്രമിക്കുകയാണ്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇറാഖ് എന്ത് ചെയ്തു? ഒറ്റ രാത്രി കൊണ്ട് കുവൈറ്റിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. തിരിച്ചു പോകാൻ പറയുമ്പോൾ കേട്ടില്ല. എന്താ ധൈര്യം അറിയാം അദ്ദേഹത്തിന്? എന്താ ധൈര്യം? സദ്ദാം ഹുസൈൻ്റെ ധൈര്യം എന്താ? ഈ മരുഭൂമിയിലൂടെ ഒരാൾക്കും കടന്നു വരാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ യൂറോപ്പിലെ രാജ്യത്തിലെ ആൾക്കാരും അമേരിക്കയിലെ ആൾക്കാരും പറഞ്ഞു നിങ്ങൾ ചെയ്യരുത്, ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തും. അവരിരുന്ന് ആലോചിച്ചു. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണം. മരുഭൂമിയിൽ പോകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വേണം. എന്ത് വേണം? സാറ്റലൈറ്റ് മുഖാന്തരം എന്ത് ചെയ്യാൻ പറ്റും? ടവറിലേക്ക് കൊടുത്താൽ കമ്മ്യൂണിക്കേഷൻ കിട്ടും. മോട്ടോറോള എന്ന് പറയുന്ന ഒരു കമ്പനി എന്ത് ചെയ്തു? ഇത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ 7-ാം ദിവസം ആരെത്തി? അമേരിക്കൻ പട്ടാളം, ലോകത്ത് സകല പട്ടാളം കൂടി എവിടെ എത്തി? കുവൈറ്റിലെത്തി. ഓടിച്ചു വിട്ടു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? മരുഭൂമി പോയി ചത്ത് 1000, 2000 പേര് ചത്തിട്ടുണ്ടാവും. കാരണം നമ്മുടെ കയ്യിൽ ജീവന് ശേഷിത്വം ഇല്ല. എന്തിൻ്റെ പേരിലല്ലാത്തത്? അതാണ് ഞാൻ ഹർഷിത്തിനോട് ചോദിച്ചത്. നമ്മുടെ പ്രകൃതിയിൽ എന്തായിരിക്കണം? 3 പേരാണ്.
ഒന്നാമത്തത് പൃഥുക്കളാണ് അല്ലേ, നമ്മുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ജീവൻ്റെ DNA ആണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ ഇരിക്കുന്നത് എന്താ, നമ്മൾ എന്തിനെ ആരാധിച്ചു, നമ്മൾ ഏത് ലൈഫ് സ്റ്റൈലിലാണ് വന്നത്, അതിന് എപ്പിജെനറ്റിക് എന്ന് പറയും. ഞാൻ എപ്പിജെനറ്റിക് ഒന്നും പോകാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുണ്ടാകും. മൂന്നാമത്തെ എന്താ, എൻ്റെ ജീവൻ്റെ അനേക ജനങ്ങളുടെ പഴക്കമാണ് അല്ലേ. ഇത് മൂന്നാണ്. നോക്കൂ, നമ്മുടെ ആദ്യം നോക്കൂ, നമ്മുടെ ആരാധനാമൂർത്തി എന്താ, ഒന്ന് മുത്തപ്പനാണ്. രണ്ടാമത്തെ എന്താ, ഇതുപോലത്തെ ഗുളികൻ അല്ലേ, മച്ചിൻ്റെ മുകളിലുള്ള ഭഗവതി, മച്ചിൻ്റെ താഴെയുള്ള ഭഗവതി, പിന്നെന്താണ് ഈ ശിവൻ്റെ ആണെന്ന് പറഞ്ഞ് നമ്മൾ ആരാധിക്കുക, എന്താണ് ഭൈരവൻ അല്ലേ, മുച്ചിലോട്ട് ഭഗവതി, എന്തൊക്കെയോ ആവട്ടെ, ഇവരാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. ഇവരെന്താ നമുക്ക് തരിക, നല്ലവണ്ണം കള്ളു കുടിക്കാനുള്ള അറിവ് തരും, ഇറച്ചി മീനും കഴിക്കാനുള്ള അറിവ്, നല്ല തിന്നാനുള്ള വാസന നമുക്ക് തരും. അപ്പോൾ ഈ അമ്മമാരോടൊക്കെ ചോദിച്ചു നോക്കൂ, നല്ല സാമ്പാർ വെച്ച് ആർക്കെ കൊടുക്കാൻ അവർക്ക് ഇഷ്ടം, കുട്ടികളൊക്കെ കൊടുക്കാൻ. വേറൊരു ചിന്തയോ അറിവോ ഈ ഇരിക്കുന്ന ആർക്കും ഇല്ല. രണ്ടാമത്തെ നമ്മുടെ എന്താണ്, നമ്മുടെ പൃഥുക്കളാണ് അല്ലേ. അവരെങ്ങനെയാണ് നമ്മുടെ DNA കിടക്കുന്നത്, അവരെന്താ, അവര് മൃഗത്തെ പോലെ ജീവിച്ച് മരിച്ചവരെ. റോഡിൽ കൂടെ നടക്കാൻ പറ്റില്ല അല്ലേ. വൈക്കം സത്യാഗ്രഹത്തിൽ എന്താ പറഞ്ഞ്, കിളപ്പ് ചെയ്യും മറ്റവരൊക്കെ എന്താ പറഞ്ഞ്, പട്ടിക്കും നായയ്ക്കും പന്നിക്കും ആ റോഡിൽ കൂടെ നടക്കാം, ആർക്കും നടക്കാൻ പാടില്ല, മനുഷ്യരായ നമുക്ക് നടക്കാൻ പറ്റും. അങ്ങനെ ചത്തുകെട്ട് നിൽക്കുന്ന ആ പൃഥുവിൻ്റെ DNA ആണ് നമ്മുടെ കിടക്കുന്നത്. നമുക്ക് എന്താ ഉണ്ടാവുള്ളൂ, ഉറക്കേ വരും. എവിടെ വരുമ്പോൾ നല്ലത് എവിടെ വരുമ്പോഴും നമ്മൾ ഉറങ്ങിപ്പോകുന്നവർ. പിന്നെ ജീവന്റെ അനേക ജന്മങ്ങൾ എടുത്താലോ, ശ്രീഷം 9-ാം അധ്യായം 20 മുതൽ 25 വരെ പറഞ്ഞിട്ട് എന്താണ്, നീ ഏതിനെയാണോ ആരാധിച്ച് അതിൻ്റെ കീഴിൽ നീ പോകും. അപ്പൊ അനേക ജന്മത്തിൽ ഞാൻ ആരാധിച്ച എന്തിനേക്കാ, അതിൻ്റെ ജീവന്റെ വാസനയാണ് എൻ്റെ കിടക്കുന്നത്. അപ്പൊ എനിക്ക് എന്തേ ഉണ്ടാവുള്ളൂ, ഈ മൂന്നും കൂടി ചേരുമ്പോൾ എൻ്റെ കിടക്കുന്നത് ഈ പോലത്തെ ചിന്തകളും ഈ ഇതുപോലത്തെ അറിവുകേടുകളും കയറി കിടക്കും. അപ്പൊ എന്ത് സംഭവിക്കും, എനിക്ക് ഗുരുവിനെ മനസ്സിലാവില്ല, എനിക്ക് എന്ത് കണ്ടാലും അത് തിരിച്ചറിയാനുള്ള അറിവുണ്ടാവില്ല. പിന്നെ എന്ത് കിട്ടിയാൽ മതി, ദുബായിൽ പോയാലും അമേരിക്കയിൽ പോയാലും എനിക്ക് ശമ്പളം കിട്ടിയാൽ മതി. എന്ത് മതി, കൃത്യ ശമ്പളം കിട്ടുക, അത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക, എന്നിട്ട് ആർക്കും വിചാരിക്കാൻ പറ്റാത്ത വലിയൊരു ബിൽഡിംഗ് കിട്ടും, വലിയ ഗേറ്റൊക്കെ വയ്ക്കും. എന്നിട്ട് അവിടെ ആരാ ഉണ്ടാവുക, ആരും ഉണ്ടാവില്ല അല്ലേ. എന്താ കാരണം, ഇത് ഈ മൂന്നെണ്ണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് നമ്മളെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ഗുരു പറയുന്നത്, നിങ്ങളുടെ വിഷമത്തിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. ഇത് ഞാൻ പറഞ്ഞല്ലേ, എല്ലാ വിഷമത്തിൻ്റെയും കാരണം വായിച്ചിട്ടുണ്ടോ, ഗുരുവാണി വായിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആരെങ്കിലും? ഗ്രഹശാസ്ത്രമികൾ ശ്രദ്ധിക്കേണ്ട ഗുരുവാണിയിലെ 107 മുതൽ 108 വരെയുള്ളതിലാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഇവിടെ വായിച്ച് കേൾപ്പിക്കാം. ഇത് ഗുരു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താണ് നമ്മുടെ കഷ്ടപ്പാടിന് കാരണം, നമ്മുടെ പാരമ്പര്യത്തിൽ എടുക്കാൻ വയ്യാത്ത ചുമടാണത്. ആ ചുമട് എന്താണ്, നമ്മുടെ ജീവന്റെ ധർമ്മമില്ലായ്മ, ഭാഗ്യമില്ലായ്മ, പുണ്യമില്ലായ്മ. ഇത് ഒരു ദിവസം എവിടെയെങ്കിലും പോയി അത് മറച്ചു കളഞ്ഞിട്ട് പോരാൻ ഒക്കുമോ എന്നാ ഗുരു ചോദിച്ചിരിക്കും. ഇല്ല എന്ന് പറഞ്ഞാൽ ഒക്കുമോ? എവിടെ പോയാലും നമ്മളിത് പിന്നിൽ ഒപ്പം വരും. കാരണം നമ്മുടെ DNA ക്രോമസോമിലൂടെ ഇത് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ എവിടം കൊണ്ട് പിടിച്ചാലും ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മളിട്ട് തിരിക്കും. അപ്പൊ ഈ ധർമ്മമില്ലായ്മയും ഈ പുണ്യമില്ലായ്മയും ഭാഗ്യമില്ലായ്മയാണ് നമ്മൾ അമേരിക്കയിലേക്ക് എത്തിക്കുന്നത്. അവിടെ എന്താണ്, ഒരു ഗുരുപരമ്പരയിൽ 7 തലമുറ കഴിഞ്ഞവർ ഈ ധർമ്മത്തിന്റെ പുണ്യത്തിന്റെ മഹിമയിൽ ജീവിക്കുന്നത് കാണാൻ വേണ്ടി ആര് പോകുന്നു, -12 ഡിഗ്രിയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നു അല്ലേ. കണ്ടിട്ടുണ്ടോ അവിടെ എത്ര, -12. അതാണ് നമ്മുടെ ഒരു സ്വാമിയുടെ, അറിയോ, സത്യവ്രത സ്വാമി, ജർമ്മൻകാരനാണ്, സ്റ്റെഫാൻ എന്ന പേര്. അയാൾ പറയും, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. ആരെ നോക്കിയിട്ടാണ് പറയണത്, നമ്മളെന്താ പറയണത്, ജർമ്മനിയിൽ എങ്ങനെയെങ്കിലും
ഒരു ദിവസം അവിടെ ഒന്ന് ഇറങ്ങിയാൽ മതി എന്ന് വിചാരിക്കാനാ അദ്ദേഹം നമ്മളോട് പറഞ്ഞ. കാരണം 8 മാസം അവിടെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. 4 മാസമേ അവർക്ക് പ്രവർത്തിക്കാൻ കിട്ടും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഗുരുപരമ്പരയുടെ കർമ്മത്തിൽ മുറുക്ക പിടിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിക്കുന്നു? ജീവിക്കാൻ പറ്റുന്നു. ഇതാണ് ജപ്പാനിലും സംഭവിക്കുന്നത്. അവർ ഗുരുപരമ്പരയുടെ ആൾക്കാരാണ്. ഇസ്രായേലിനും തൊട്ട് നോക്കൂ, എന്ത് സംഭവിക്കും? ഒന്ന് തൊട്ട് നോക്കിയത് അല്ലേ, ഒന്ന് നോണ്ടി നോക്കിയതാണ് ഒരു പാർട്ടി. എന്താ കാരണം? ഒരു ജൂതന്മാർ, ജൂതൻ എന്ന് പറഞ്ഞാൽ അല്ലേ ആ ഗുരുപരമ്പരയുടെ ആൾക്കാരാണ്. ഇന്ന് ലോകത്ത് 38 നോബൽ സമ്മാനം അവരുടെ കയ്യിലാണ് കിടക്കുന്നത്. നമ്മുടെ കയ്യിലോ? നമുക്ക് 1400 ഗ്രാം ബ്രെയിൻ ഉണ്ട്. എന്താ ഗുണം? അതുകൊണ്ട് എന്താ ഗുണം? നല്ല ഫുഡ് അടിക്കാമെന്ന് മാത്രമല്ലാതെ, അതാണ് ഗുരു പറയുന്നത്. നിങ്ങളുടെ ഇവിടെ ഗുരുവാണിയിൽ ഗുരു പറയുന്നു, ഈ 1400 ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇന്ത്യക്കാരുടെ ബ്രെയിനിന് ഏറ്റവും വില കിട്ടുന്നത് അല്ലേ. ജപ്പാൻകാരനെയും അമേരിക്കക്കാരനെയും ഇന്ത്യക്കാരനെയും ബ്രെയിൻ വിൽക്കാൻ വെച്ച ഏറ്റവും വില കിട്ടുന്ന ഇതിലായിരിക്കും. ആരുടെ ആയിരിക്കും? ഇന്ത്യക്കാർ. കാരണം എന്താ? ഉപയോഗിച്ചിട്ടേ ഇല്ല. ആകെ സാമ്പാർ ഉണ്ടാക്കാനും ഇഡ്ഡലി ഉണ്ടാക്കാനും മാത്രമേ നമുക്ക് ചിന്തയൂ. സത്യമല്ലേ? അപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു അതാണ്. ഇതിൽ നിന്ന് മാറാനാണ് ആശ്രമം. ഇതിൽ നിന്ന് നിങ്ങളുടെ മക്കളിൽ ഈ ഭാഗ്യം വന്നുകൊണ്ട് അവൻ ചിന്തിക്കണം. ഓരോ കാര്യത്തിലും അവൻ്റെ ചിന്താഗതി വളർന്നു വരണം, അവന് ബോധം വരണം. അതുകൊണ്ട് ഞാൻ ഈ സിദ്ധ പഠിച്ചവരും ആയുർവേദം പഠിച്ചവരും ഇതൊക്കെ പറയാറുണ്ട്. ഇവരെ പഴയ പുസ്തകം വെച്ചിരിക്കുകയാണ് ഇപ്പോഴും അല്ലേ. അഷ്ടാംഗഹൃദയം ആരുടെയാ? ബുദ്ധമതത്തിൻ്റെ. അത് 1500 വർഷം മുമ്പ് എഴുതിയാണ്. ഇപ്പോഴും അത് വായിച്ചിട്ട് ശ്ലോകം ചൊല്ലേ, ഏത ശ്രദ്ധ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വെറുതെ ഇരിക്കാം, ഇന്ന് ഏറ്റവും ഡെവലപ്പായി നിങ്ങൾ അത് പഠിക്കുക. ഞാൻ നിങ്ങളെ സിദ്ധക്കാരെ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്, ഞാനും ഉണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെ. അപ്പോൾ അതാണ് ഗുരു പറയുന്നത്. എന്നിട്ട് ഗുരു ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, നമ്മളാരും അനാഥ പ്രവർത്തിച്ച് ഒന്നാകുമെന്ന് ധരിക്കരുത്. അച്ഛൻ്റെ കുറ്റമാണ്, അമ്മയുടെ കുറ്റമാണ്, നാടിൻ്റെ കുറ്റമാണ്, രാജ്യത്തിൻ്റെ കുറ്റമാണ്. ഇതൊക്കെ എന്താണ്? നമ്മൾ ജനിച്ച നാടിന് ഭാഗ്യക്കുറവുണ്ട്. ആ കണ്ണൂരിൽ ആ സ്ഥാനത്ത് നമ്മൾ ജനിക്കാനുള്ള കാരണം എന്താണെന്നാണ് ഒരു ചോദിക്കുന്നത്. കണ്ണൂരിൽ ഞാൻ ചേർത്തിയതാണ്. നമ്മൾ അതിനേക്കാൾ ഭാഗ്യം കെട്ടവരാണ്. അതുകൊണ്ടാണത്രേ നമ്മളിവിടെ ഒന്ന് ജനിച്ചത്. അതാണ് ഗുരു പറയുന്നത്. നിങ്ങൾ ആ ഭാഗ്യത്തിൻ്റെ ധർമ്മത്തിലല്ലെങ്കിൽ നിന്റെ കിണറ്റിൻ്റെ വെള്ളം കേടുവരും. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഒരു വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കുഴൽക്കിണർ കുഴിച്ചു. ആ ഒരു വെള്ളം കിട്ടാനില്ല. അവസാനം ശിഷ്യവൈദ്യർ പറഞ്ഞു, ജെന്നി അതിൽ ഒരു തുള്ളി വെള്ളമില്ല. അപ്പോൾ മാമനൊരു കാര്യം ചെയ്യും, അതിൽ എന്ത് വെള്ളം കിട്ടുന്നുണ്ടോ അതൊരു പാത്രത്തിലാക്കി ഇവിടെ കൊണ്ട് കൊടുക്കുക. അപ്പം അങ്ങനെ കംപ്രസറാണ് ഫിറ്റ് ചെയ്യുക. കേട്ടിട്ടുണ്ടോ? കംപ്രസർ ഫിറ്റ് ചെയ്യാൻ അല്ല, വെള്ളം അങ്ങനെ പതുക്കെ ചാടിയിട്ടേ വരുള്ളൂ. അദ്ദേഹം അതിലൊരു 2 മിനിറ്റ് ഓടാനുള്ളതുണ്ട്. അത് ദിവസവും അദ്ദേഹം ഒരു പാത്രത്തിൽ പിടിച്ച് അവിടെ കൊണ്ടുവരും. തിരുവനന്തപുരം ആശ്രമത്തിൽ ആളെ പ്രാർത്ഥനാലയത്തിൽ കൊണ്ടുവയ്ക്കും 9 മണിക്ക്. അത് തീർത്ഥത്തിന് ഉപയോഗിക്കും. അവസാനം ആ പാത്രത്തിൻ്റെ വലിപ്പം കൂടാൻ തുടങ്ങി. മനസ്സിലായി? പിന്നെ കംപ്രസർ മാറിയിട്ട് എന്തായി? സബ്മേഴ്സിബിൾ മോട്ടറായി തുടങ്ങി. അപ്പം ഞാനത് ചോദിച്ചു ഗുരുവെ ശിശുവെടുത്ത്, എന്താണെന്ന് വെച്ചാൽ, എടാ അവൻ്റെ ജീവന് നല്ല വെള്ളം കുടിക്കാനുള്ള യോഗ്യതയില്ല. അപ്പം എന്ത് സംഭവിക്കുള്ളൂ? വെള്ളം കിട്ടുമോ? ഇല്ല. നമ്മൾ നോക്കിയിട്ടോ, ശാന്തിഗിരി ചിലപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ കീറയില കിട്ടും. കേട്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചത് നിങ്ങൾക്കറിയാം. നമ്മൾ കാര്യമായിട്ട് വിശുദ്ധോടൊപ്പം ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കീറയില വരും. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചോ? നിങ്ങൾക്കറിയാം. നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ടുകൊണ്ട കാര്യങ്ങളെ ശാന്തിഗിരിയിൽ സംഭവിക്കും. ചിലവർ നോക്കിയിട്ടുണ്ട്, ശാന്തിഗിരിയിൽ വന്നിട്ട് അവിടെ യൂണിറ്റിലൊക്കെ കയറും. ഒരു 6 മാസം കഴിയുമ്പോൾ പറയും, ഇതൊന്നും ശരിയല്ല, ഇവിടെ ആകെ കുഴപ്പമാണ്, ആ സ്വാമി ശരിയല്ല, ഈ സ്വാമി ശരിയല്ല, ആ മാനേജർ ശരിയല്ല. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? ഇട്ടിട്ട് എറിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഗുരുവിനോട് പറയും, എടാ അത് അവന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അവൻ്റെ ജീവൻ്റെ കർമ്മഗതി അഴിക്കാൻ വേണ്ടി അവനെ ഗുരു പിടിച്ച് നിർത്തുമ്പോൾ അവൻ എന്താ ചെയ്യുക? അവൻ ഇട്ടിട്ട് ഓടും. പഠിക്കാൻ ഒട്ടും കഴിവില്ലാത്ത പയ്യന്മാരെ ഗുരു കൊണ്ടിട്ട് നിർത്തുവാണ്.
അവൻ എന്ത് ചെയ്യും? 2 ദിവസം കൊണ്ട് അവൻ കടന്ന് വരയടിച്ച് ഓടും. അപ്പൊ ഗുരു പറയും, എടാ അത് അങ്ങനെയല്ല, അവന്റെ പ്രകൃതിയിൽ കിടക്കുന്ന അവന്റെ പൃഥു ഇങ്ങനെയാണ്, അവന്റെ ആരാധനാമൂർത്തി ഇങ്ങനെയാണ്, അതിന്റെ സ്വഭാവത്തിൽ അവൻ പെരുമാറുകയാണ്. നിങ്ങൾ അപ്പം എന്ത് ചെയ്യണം? അവനെ എന്ത് ചെയ്യണം? അടുപ്പിച്ച് നിർത്തണം പറയും. ചിലവര് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര മദ്യപാനികളായിട്ട് ആൾക്കാർ വരും. ആ മദ്യപാനത്തിന്റെ ആൾക്കാർ ശാന്തിഗിരിയുടെ ഉള്ളിൽ കയറുന്ന എന്താ സംഭവിക്കുക? മദ്യപാനം നിർത്തും. ചില ആൾക്കാർ പിന്നെയും കഴിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലേ? എന്താണ്? ആ മദ്യം കഴിക്കുമ്പോൾ അതിനുള്ളിൽ ഗുരുവിനെ കാണും. എന്തായാലും അഖണ്ഡനാമം ചെയ്തില്ലേ കഴിക്കുള്ളൂ, ഗുരുവേ കൊണ്ടല്ലേ കഴിക്കണേ. അപ്പോൾ അവൻ കാണുന്നത് എന്താ? ഗുരുവാണ്. പിറ്റേ ദിവസം രാവിലെ ഓടിയെത്തി, നെയ്യാറ്റിൻകരയിൽ നിന്ന് എവിടെ എത്തി? ആശ്രമത്തിലെത്തി. അപ്പോൾ ഗുരു പറയാണ്, നീ എന്നെ ഇങ്ങനെ കള്ളു കുടിപ്പിക്കരുടാ മഹാവി, എനിക്ക് അല്ലെങ്കിലേ വയറിന് വയ്യ. എന്താ കാരണം? അവൻ്റെ ആ ജീവനിൽ കിടക്കുന്ന ആ ഒരു കള്ളു കുടിക്കണം തോന്നിപ്പിക്കുന്ന അവൻ്റെ ആരാധനാമൂർത്തി. ഇപ്പം നമ്മളിവിടെ പറയില്ല, കഞ്ചാവ് കഴിക്കുന്നു അല്ലേ, കഞ്ചാവ് ഭയങ്കര ഉപയോഗിക്കുന്നു, ADMA DMA ഒക്കെ ഉപയോഗിക്കുന്നു പറയില്ലേ. എന്താ അതിൻ്റെ കാര്യം? ഗുരു പറഞ്ഞു, ഒരു വായുവാണ്. അവൻ്റെ എൻസൈമായി നിൽക്കുന്ന അവൻ്റെ ആ ക്രോമസോമിലെ എൻസൈം അവനെ തോന്നിപ്പിക്കുകയാണ്. എന്താണ്? ഇത് വേണം വേണം വേണം. അപ്പം നോക്ക്, രാവിലെ ദിവസം ചായ കുടിക്കുന്ന നിങ്ങൾക്ക് രാവിലെ ദിവസം ചായ കിട്ടാതെ സംഭവിക്കും, ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും അല്ലേ? എന്താ കാരണം? നമ്മുടെ എൻസൈം വർക്ക് ചെയ്യണം. അവിടെ അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവര് നമ്മളടുത്ത് ചോദിക്കുകയാണ്, അത് വേണം അത് വേണം. ഇതേപോലെ ഇതിനെ ഗുരു വിളിച്ച് നീചവായു എന്നാണ് വിളിച്ചത്. ഈ നീചവായുവാണ് എന്തുണ്ടാക്കുന്നത്? യുദ്ധം, പ്രശ്നങ്ങൾ, ഭീകരവാദം. ഗുരു എപ്പോഴും പറയാറുണ്ട്, സ്നേഹം. ഈ ലവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ കാണുമ്പോൾ എനിക്കൊരു സ്നേഹം തോന്നുന്നത് എന്തുകൊണ്ടാ? ഹോർമോൺസ് ആണെന്നാ ഗുരു പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഇവിടെ കളിക്കുന്നുണ്ട്, വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ ഈ കുട്ടിക്ക് ഒരു 17 വയസ്സാകുമ്പോൾ ഇവിടെ കളിച്ചാലോ കുഴപ്പമുണ്ട് അല്ലേ? എന്താ കുഴപ്പം? അവള് പ്രായപൂർത്തിയായി, ഇനി കളിക്കാൻ പാടില്ല. എന്താണ് പ്രായപൂർത്തി? ഹോർമോണാണ്. ആ ഹോർമോണാണ് ഒരു പയ്യന് അവൻ്റെ കണ്ണിലൂടെ, അവൻ്റെ കണ്ണല്ല കാണിക്കുന്നത്, ആണോ? അല്ല, ആ കണ്ണിൻ്റെ പിന്നിലൊരു എന്തുണ്ട്? ഒരു ബോധമുണ്ട്. ആ ബോധമാണ് തിരിക്കുന്നത്. അതാണ് ഒരു ഗുരു ഒരിക്കൽ കാണിച്ചു, ഒരു പൂവിനെ കാണിച്ചിട്ട്, ഈ പൂ നിനക്ക് എന്തായി തോന്നുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, നല്ല പൂവാണ് അല്ലേ? അപ്പം അർത്ഥം നിന്ന ആളെന്താ പറഞ്ഞ്? ഗുരു അത് കിട്ടിയ പുഷ്പാഞ്ജലിക്ക് എടുക്കാന്ന്. പുഷ്പാഞ്ജലിക്ക് പോവണ്ടേ അല്ലേ? അസം രാജീവഞ്ജലിനെ ഒരാൾക്ക് കണ്ടപ്പോൾ പറഞ്ഞു, അതിനൊരു ദീണം അതിങ്ങനെ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ കാണിച്ചാൽ കാണാൻ. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ ബോധ മനസ്സ് അങ്ങനെയാണ്. ഇവിടെ എല്ലാം ഹോർമോൺസുകളാണ് വർക്ക് ചെയ്യുന്നത്, എൻസൈമുകളും. ഇതിനെ കൺട്രോൾ ചെയ്യണത് ആരാ? ഈ പറഞ്ഞ 3 പേരാ. അപ്പോൾ ഒരു പെൺകുട്ടിയെ കാണുമ്പോഴും, ഇല്ലെങ്കിൽ ഒരു കള്ള് കാണുമ്പോഴോ, ഇല്ലെങ്കിൽ നമുക്കൊരു മദ്യം കാണുമ്പോഴോ, കഞ്ചാവ് കാണുമ്പോഴോ, അത് ഉപയോഗിക്കാൻ തോന്നിപ്പിക്കുന്ന എൻസൈമുകളെ നമ്മൾ കൺട്രോൾ ചെയ്താൽ, ആ വായുവിനെ കൺട്രോൾ ചെയ്താൽ അവിടെ കഴിഞ്ഞു. അവിടെയാണ് ശാന്തിമഹിമ രക്ഷപ്പെടാൻ പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന ഗുരുമഹിമക്കാർ രക്ഷപ്പെടാൻ പോകുന്നു. അമ്മായിമ്മയോടൊരു ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. എളുപ്പം എന്താ പറഞ്ഞെനിക്കറിയോ? എളുപ്പം എന്താ കൺട്രോൾ ചെയ്യാം? അമ്മായിമ്മയുടെ ദേഷ്യം വരുമ്പോൾ നല്ല മധുരമുള്ള മുട്ടായില്ലേ, അത് വായിലിട്ടോളൂ. എളുപ്പം ഹോർമോൺ താഴേക്ക് പോകും, ദേഷ്യം വരും. ഗുരു അതാണ് നമുക്ക് എപ്പോഴും മുട്ടായി തരും, കണ്ടിട്ടുണ്ടോ? അതാണ് നല്ല പരിപാടി. അതാണ് ഭാര്യ നിങ്ങളോട് ലേളയ്ക്ക് വരുമ്പോൾ ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? ഒരു മുട്ടായിട്ടൊക്കെ കുറച്ച് നേരത്തേക്ക് ഉണ്ടില്ല, പിന്നെ ലേള കൂടില്ല. അതാണ് ഗുരു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം മധുരം എന്ന് പറയുന്നതിന് നേരെ നമ്മുടെ ബ്രെയിനിൻ്റെ എൻസൈമുകളെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കഞ്ചാവിന് അങ്ങനെ ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് അത് എന്തിനുപയോഗിക്കുന്നത്? വാദത്തിന് ഉപയോഗിക്കും. ചോദിച്ചു നോക്കും. വാദത്തിനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, രക്തവാദത്തിന് ഉപയോഗിക്കുന്നത് അതിന്നിട്ട് അതിൻ്റെ കറുപ്പാണ്. ഇതെല്ലാം ഈ വായുക്കളാണ്. ഈ വായുവിനെ നിയന്ത്രിക്കുന്ന ജീവന്റെ ശേഷിത്വമാണ്. ഈ ശേഷിത്വം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും?
നമ്മൾ മദ്യം കാണുമ്പോൾ ഇന്ന് കഴിക്കാം, നാളെ നിർത്താം, അല്ലേ? നമുക്ക് അമ്മായിയമ്മയുടെ ദേഷ്യം വരുമ്പോൾ അയാൾ ആ തള്ള രണ്ട് പറഞ്ഞിട്ടേ കാര്യം, നേരെ എന്നോട് ഇങ്ങനെ പറയണതും എന്താ കാരണം, അല്ലേ? അമ്മ പറയണതും അമ്മായിയമ്മ പറഞ്ഞ ഒരേ വാക്കാണ്, പക്ഷെ അമ്മ പറഞ്ഞത് എനിക്ക് അനുസരിക്കാൻ അല്ലെങ്കിൽ സ്നേഹം തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഈ വായുവിൻ്റെ കാര്യമാണ്. ഇതന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പം ഇവിടെ എല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവനിൽ ഇതുപോലെ ആരാധന കൊണ്ടും ഇതേപോലത്തെ ഈ കർമ്മം കൊണ്ടും തെറ്റിപ്പോയത് കൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ദാരിദ്ര്യം വരും. ഒരു ലോൺ എടുത്താൽ മര്യാദയ്ക്ക് അടയ്ക്കാൻ പറ്റാത്തതിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഒരു കുട്ടിക്ക് A+ കിട്ടാത്തതിൻ്റെ അടിസ്ഥാനം ഇവിടെയാണ്. അപ്പം അതിനെന്ത് വേണം? ഈ പ്രകൃതിയെ സൂക്ഷിക്കാൻ ഗുരു 10 കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗുരു പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിലെ പ്രകൃതി ഒന്നാവണേ നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. വീട്ടിൽ ഒരുമയോടെ ഒരു പ്രാർത്ഥന വേണം 2 നേരം. രണ്ടാമത്, നിങ്ങൾ ഒരുമിച്ച് ആരാധന കൂടണം. 3, എന്ത് ചെയ്യണം? നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കാണാൻ വരണം. അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശിഷ്യഭൂതിയെ കാണുമ്പോഴും ഗുരുവിനെ കാണാൻ പോകുമ്പോഴും നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിൽക്കുമ്പോഴേ അത് മനസ്സിലാക്കാൻ പറ്റും. ചിലവരുടെ കാര്യത്തിൽ നിശബ്ദനായിരിക്കും, ചിലവർ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ചിലവരോട് ആശ്രമത്തിലേ വരാതെ നടന്ന് കണ്ണൂരിൽ നിന്ന് ഞാൻ പിടിച്ച് വലിച്ചു കൊണ്ടുപോയ ആൾക്ക് ആപ്പിൾ കൊടുക്കും, അല്ലേ? അപ്പം നമുക്ക് തോന്നും എന്ത് പണ്ടാരാണ്, ഞാനിവിടെ എല്ലാ പ്രാർത്ഥനയ്ക്ക് 10-ാം തീയതി വരുന്നുണ്ട്, ഇവിടെ ശക്തിയായ പ്രാർത്ഥന ചിട്ട ആശ്രമത്തിൽ അടുക്കളയിലാണ്, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, എന്നായിരുന്നു. എന്നാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ കുറ്റവും പറഞ്ഞ് കറമുറ നടക്കുന്നതിന് ഒരു ആപ്പിൾ എടുത്തു. ഇതൊക്കെ ഗുരു എന്താ ചെയ്യുന്നത്? ട്യൂണിങ് ഉണ്ട് അവിടെ. ഇത് മനസ്സിലാക്കാനാണ് നമ്മൾ ആശ്രമത്തിൽ വരേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ അതാണ് ഗുരു പറഞ്ഞത്, നിങ്ങളുടെ 2-ഓ 3-ഓ തലമുറ കഴിയുമ്പോൾ ഈ രാജ്യത്തിലേക്ക് ആര് വരും? മറ്റുള്ളവർ പണിയെടുക്കാൻ വരും. പിന്നെ നിങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് ഈ സൗരയൂഥത്തിൻ്റെ കർമ്മശേഷി, അല്ലേ? ഇപ്പം നമ്മളെന്താ പഠിക്കണത്? E=mc², മറ്റേത് കമ്പ്യൂട്ടർ, അത് ഇതൊക്കെ ആരുടെയാ? യേശുവിൻ്റെ പരമ്പരയിലൂടെ വന്നിട്ടുള്ള ധർമ്മമാണ്. ഇതിൻ്റെ അപ്പുറത്ത് കണ്ടുപിടിക്കേണ്ട കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്ന ശാന്തിമയമാക്കാർ. അവൻ്റെ ബോധ മനസ്സിൽ അവൻ്റെ ബുദ്ധിയേക്കാൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അറിവ് അവന് എവിടുന്ന് കിട്ടണം? ആശ്രമത്തിന് കിട്ടണം. അതെങ്ങനെ കിട്ടുള്ളൂ? അവൻ ആരാധിച്ചവനെ ആദ്യം മാറ്റണം. അതിന് കണ്ടുപിടിക്കലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണ്. അതിനെ ആദ്യം മാറ്റി നിർത്തണം. എന്നിട്ടോ ഈ പൃഥു എന്ന് പറഞ്ഞാൽ DNA, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മോഡേൺ സയൻസിൽ അതിനെ DNA എന്ന് വിളിക്കുക, ക്രോമസോം. അതിനെ റിപ്പയർ ചെയ്യണം. ഇത് രണ്ടും കഴിയുമ്പോഴേ അവൻ്റെ ബ്രെയിനിൽ ഒരു സാധനം പോയാൽ അവൻ്റെ ബോധ മനസ്സിൻ്റെ അപ്പുറത്ത് അവൻ ചിന്തിക്കും. അല്ലെങ്കിൽ പിന്നെ സാറ് പറഞ്ഞ ഡോക്ടറേറ്റ് കിട്ടും. അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുക? ഈ പേപ്പേഴ്സൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് അതിൻ്റെതായ രീതിയിൽ കൊടുക്കും. പക്ഷെ അവിടെ എന്തുണ്ടാവില്ല? നമ്മുടേതായ അറിവിൻ്റെ ശേഷിത്വം അവിടെ വരില്ല. ഇങ്ങനെയുള്ളവരെ ആശ്രമത്തിൽ വിളിച്ചാൽ വരുമോ? അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അർഷിയും ഒക്കെ ഞങ്ങൾ പോകുമ്പോൾ അർഷി എന്നോട് പറയും, സ്വാമി ഈ വീട്ടിലെ പയ്യൻ പണ്ട് ഇവിടെ ഭയങ്കര ആരാധനയൊക്കെ ചെയ്തിരുന്നതാണ്, 2 കൊല്ലം ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ല, ഇപ്പോൾ 20 കൊല്ലം ഈ വഴിക്ക് വരില്ല. എന്താ കാരണം? ഇത്രയേ ഉള്ളൂ, ഇവൻ്റെ പ്രകൃതി എവിടെയോ തെറ്റിയിരിക്കുന്നു. ഈ പ്രകൃതിയുടെ ഈ പൃഥുവോ ഈ ആരാധനാമൂർത്തിയോ ഏതോ ഒന്ന് തെറ്റുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയായിട്ടും തെറ്റും. ഇല്ലെങ്കിൽ അവൻ്റെ അമ്മയായിട്ടും അച്ഛനും സഹോദരനുമായി തെറ്റും. അങ്ങനെ എത്രയോ അനുഭവങ്ങളിലായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, ഒരു വീട്ടിൽ ഭയങ്കര പ്രശ്നം, ഭാഗപ്പിരിവിന്, എനിക്ക് ഈ സ്ഥലം വേണം, നിനക്ക് ആ സ്ഥലം വേണം, അത് പറ്റില്ല, ഇതെനിക്ക് വേണം, നിനക്ക് ആ പ്ലാവിൻ്റെ പേരിലെ കടി, എന്തോ ഒരു പ്ലാവ് അവിടെ നിൽക്കുന്നുണ്ട് ഇത്ര. ഇതൊക്കെ ഞാൻ കണ്ടിട്ടില്ല, അവർ പറഞ്ഞ് നമ്മുടെ അടുത്ത് ലേള കൂടിയപ്പോൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, പ്ലാവ് എല്ലാവരും നിൽക്കട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യുന്ന ആരാധന കൂടിയിട്ട് വാ, എല്ലാവരും കൂടിയിട്ട്, എന്നിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാവോ.
അങ്ങനെ എല്ലാവരും കൂടി ആരാധന കൂടി. ഞാൻ ഇവരെയും കാത്തിട്ട് ആരുടെ ശുദ്ധിയിലിരിക്കുകയാണ് അല്ലേ. അത് കഴിഞ്ഞ് ഇവരെ കാണാനില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2:30 മണിയായപ്പോൾ ഞാൻ ഇവരുടെ ആഹാരം കഴിക്കും. ഞാൻ നിങ്ങളെന്താ സ്വാമി, എല്ലാ പ്രശ്നം തീർന്നു, ഞങ്ങൾ ശിഷ്യബുദ്ധിയും കൊണ്ട് ആരാധനയെ കൂടി. അതൊക്കെ അവരെടുത്തോട്ടെ, ഞങ്ങളെല്ലാം അഡ്ജസ്റ്റായി. അപ്പം ഇവനെ ആ അഡ്ജസ്റ്റ്മെന്റിൽ കൊണ്ടുപോയത് ആരാ? നിങ്ങളും ചിന്തിച്ചു നോക്ക്. ഇതാണ് നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നവും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സകല ലഹള, ഇന്ത്യ പാകിസ്ഥാന്റെ ലഹള പോലും എന്താ? ഇതാണ്, ഈ പ്രകൃതിയാണ് എൻ്റെ കാര്യം. ഇതാണ് ഇസ്രയേലും പാലസ്തീനും തമ്മിൽ പ്രശ്നം. എന്താണ് ഗുരു പറഞ്ഞത്? യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ യേശു പറഞ്ഞ കാര്യം എന്താ പറഞ്ഞത്? അവിടെ അമ്മമാരിൽ നിന്ന് കരയുകയാണ്. ആ അമ്മമാരെ നോക്കിയിട്ട് യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ നോക്കി കരയരുത്, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന മക്കളെ നോക്കി കരഞ്ഞോളാൻ പറഞ്ഞു. അന്ന് തുടങ്ങിയാണ് അടി അല്ലേ? ഇന്നും തീർന്നുണ്ടോ? എന്തേ രക്ഷയുള്ളൂ? ഇവിടെ ഗുരു വരണം, ഈ കർമ്മത്തെ പൊട്ടിക്കണം. എങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഇത് പൊട്ടിച്ചു കളഞ്ഞത് അറിയോ? കേരളത്തിന് അങ്ങനെ ഒരു ഗതികേടുണ്ടായിരുന്നു അറിയോ? കേരളത്തിലെ ഒരു കുട്ടി പോലും നല്ല മാർക്ക് വാങ്ങിയിട്ട് നല്ല ഉയരങ്ങളിൽ എത്താൻ പറ്റാത്തൊരു ഗതികേട് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. 83 വരെ ഒരു നല്ല നേതാവ് പോലും ഉണ്ടായിരുന്നില്ല നമുക്ക് മുകളിലേക്ക് പോകുന്നത്. സെൻട്രൽ ഗവൺമെന്റിലെ വല്ല മിനിസ്റ്റേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ പറയും. ഗുരുവിൻ്റെ അമ്മയുടെ മരണം നടക്കുകയാണ് അറിയോ? അപ്പോൾ ഗുരു അവിടുന്ന് വന്ന് ഹരിപ്പാടിൽ, നമ്മുടെ ടീച്ചറുടെ പേരെന്താണ്? കണ്ണൂരിലെ ടീച്ചറുടെ പേര് ഊർമിള ടീച്ചറുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അതെല്ലാം കഴിയുന്നു. അവിടെ ആ ചടങ്ങുകളെല്ലാം ആരാ ചെയ്ത്? നമ്മളെപ്പോലത്തെ വിശ്വാസികളെല്ലാവരും കൂടി ചേർന്ന് അമ്മയുടെ ചടങ്ങ് ഗംഭീരമായി നടത്തി. അന്നാണ് ഗുരു പറഞ്ഞത്, എൻ്റെ പരമ്പരയിൽ എന്തില്ല? പുലയില്ല. അത് പിന്നെ സംസാരിക്കാം, എന്താണോ പുല എന്നൊക്കെ പിന്നെ സംസാരിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഗുരു ആശ്രമത്തിൽ വന്നു. ഈ പോയ ആൾക്കാരെല്ലാം തിരിച്ചു വന്ന് ഗുരുവിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഗുരു വളരെ ആശ്വാസത്തോടെ പറഞ്ഞു, ആ ഗുരുവിൻ്റെ ദുഃഖവും മാറി. ഏത് ഗുരുവിൻ്റെ? ശങ്കരാചാര്യരുടെ ദുഃഖം ഉണ്ടായിരുന്നു. എന്താ ശങ്കരാചാര്യരുടെ ദുഃഖം? അമ്മ മരിച്ചിട്ട് അല്ലേ, അത് സംസ്കരിക്കാൻ ആരും പോയില്ല, നമ്മളാരും പോയില്ല. നമ്മളൊക്കെ അന്നുണ്ട്. എവിടെയുണ്ട്? ശങ്കരാചാര്യരുടെ കൂടെയുണ്ട്. നമ്മളെന്ത് പറഞ്ഞു? നീ മഹാ തെമ്മാടിയാണ്. ആരോടാ പറഞ്ഞേ? ശങ്കരാചാര്യ. ജാതിയില്ല മതമില്ല പറയുക, ക്ഷേത്രം വേണ്ട പറയുക അല്ലേ? ആരാ പറഞ്ഞതൊക്കെ? ശങ്കരാചാര്യരാ പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? പഠിക്കണം. നിങ്ങൾ ഈ കേൾക്കുന്ന ശങ്കരാചാര്യരൊന്നുമല്ല. ശങ്കരാചാര്യ വിപ്ലവകാരിയാണ്. കാറൽ മാർക്സൊക്കെ മാറി നിൽക്കുകയാണ് മുന്നിൽ. അതുകൊണ്ട് അന്നത്തെ നമ്മളെപ്പോലത്തെ സദാചാരികൾ, ഇന്നത്തെ നമ്മുടെ ശാന്തിയിലെ പല ആൾക്കാരെ പോലെ തുടരുത്, ഇരിക്കരുത്, നിൽക്കരുത്, അത്തവിടെ പോരുത്, പോരുത്, കാറ്റില്ല എന്നൊക്കെ പറയില്ല, എന്ന പോലത്തെ ആൾക്കാരായിരുന്നു നമ്മൾ അന്ന്. ശങ്കരാചാര്യ അമ്മയുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ലാവും, ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് പോകണം, ബാക്കിയാരും ഞങ്ങൾ നോക്കിക്കോളാവും. അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം അതിനെയൊക്കെ പീസാക്കി വളരെ ദുഃഖിച്ച് അങ്ങ് ചെയ്യേണ്ടി വന്നു അല്ലേ? സ്വന്തം അമ്മയുടെ ശരീരം അങ്ങനെ കത്തിച്ചു കളയേണ്ടി വന്നു. ഈ ദുഃഖം ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരാളും മുകളിലേക്ക് കയറി വരില്ല. അത് കഴിഞ്ഞ ശേഷം ആദ്യമായി KR നാരായണൻ സാർ കയറി വന്നു, AK ആൻ്റണി കയറി വരുന്നു അല്ലേ? പിന്നെ നമ്മുടെ ആൾക്കാർ തുരതുരാ സെൻട്രൽ മന്ത്രിസഭയിലേക്ക് കയറാൻ തുടങ്ങി. സത്യമാണോ അല്ലേ? അവനെ ശ്രദ്ധിച്ചു. ഇതുപോലത്തെ ഓരോ ഗതികേടും നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ ഓരോ കുടുംബത്തിലുണ്ട്. അങ്ങനെയുള്ള കുടുംബത്തിലെ ഗതികേടാണ് ആ കുട്ടികൾ കാണിക്കുന്നത്. അതാണ് നല്ല ശാന്തിമയമേൽ ഞാൻ സംസാരിച്ചത്. നമ്മുടെ വീട്ടിലുണ്ടത്, നമ്മൾ കാണില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവനോടൊക്കെ ഇവിടെ നിൽക്കാൻ പറയുന്നത്, ആശ്രമത്തിൽ. മനസ്സിലായോ? ബിടെക്കൊക്കെയാണെന്ന് ശരി, പക്ഷേ ഈ കുടുംബത്തിൽ ഈ കാര്യം കിടക്കുന്നതുകൊണ്ട് നിന്നെ എന്ത് ചെയ്യും? ചുഴറ്റും. അത് എനിക്കുണ്ട്, നിങ്ങൾക്കൊക്കെ ഉണ്ട്. അത് നമ്മൾ കേസൊക്കെ പോയി കൊടുങ്ങും. ആരെങ്കിലും ഉപയോഗിച്ചത് നമ്മുടെ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി കൊടുങ്ങും.
കടം വാങ്ങിയിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ബിസിനസ് ചെയ്തിട്ട് എന്തെങ്കിലും അബദ്ധത്തിൽ കയറി കൊടുക്കും. ഇങ്ങനെയുള്ള എന്തോ ഒരു ഗതികേട് നമ്മുടെ കുടുംബത്തിലുണ്ടാകും. അതാണ് കുമളി പോയപ്പോൾ ഗുരു പറഞ്ഞത്, ഈ സ്ഥലം നീ എനിക്ക് തരണം പറഞ്ഞു. എന്താ കാരണം? ഗുരുവിൻ്റെ വസ്ത്രം മുഴുവൻ എടുത്തുകൊണ്ടുപോയ ആളാണ്. അതിൻ്റെ കർമ്മഗതി നമുക്ക് പൊട്ടിക്കണം. അതിങ്ങനെ പറ്റും. ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഗുരു. അങ്ങനെയാണ് പാലക്കാട് വന്നിട്ട് പട്ടിസത്യം നടത്തിയത്. ഹരിപ്പാട് പോയിട്ട് ഇതുപോലെ ഓർമ്മളാട്ടിച്ചൊരു വീട്ടിൽ പോയിട്ട് ആ ചെയ്ത കർമ്മവും അത് പിന്നീട് നമുക്ക് സംസാരിക്കുമ്പോൾ സമയമില്ല, സമയം വളരെ ലേറ്റായി. അപ്പം ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്ന ഇതുപോലത്തെ തെറ്റായ ആരാധനാ കർമ്മത്തിൻ്റെ കർമ്മവശത്തിൻ്റെ ഗതികേട് നമ്മുടെ കുടുംബത്തിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല? നല്ല ഭക്തി ഉണ്ടാവില്ല, നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല, നമുക്ക് വന്നിട്ടുള്ള പൈസകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, നമുക്ക് നല്ല വസ്ത്രം ഉണ്ടാവില്ല, നമ്മുടെ വീട്ടിൽ നല്ല വെള്ളം ഉണ്ടാവില്ല, നല്ല മരങ്ങൾ ഉണ്ടാവില്ല. ഗുരു വളരെ ഉദാഹരണമായിട്ട് ചിരിച്ചുകൊണ്ട് പറയും, എടാ പാലക്കാട് നിന്ന് നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്ക്, വാളയാറിൻ്റെ അപ്പുറം നിൽക്കുന്ന പുളിയും വാളയാറിൻ്റെ ഇപ്പുറം നിൽക്കുന്ന പുളിയും ഒരേപോലെയാണോ? ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വേണ്ട, ഇവിടുന്ന് കാസർഗോഡിലേക്കൊന്ന് പോവാം. കാസർഗോഡ് മംഗലാപുരത്ത് നിൽക്കുന്ന ഒരു പുളിമരം ഉണ്ടാവും, കേരളം നിൽക്കുന്ന പുളിമരമുണ്ട്, ഒരേപോലെയാണോ നിൽക്കുക? ശ്രദ്ധിച്ചോ? ഞാൻ പറയണതൊക്കെ നിങ്ങൾ ഈ പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം ആ ദേശത്തെ ജനങ്ങളുടെ ചിന്തയും ആ ദേശത്തെ ജനങ്ങളുടെ പ്രവൃത്തിയും അതിനെ ബാധിക്കും. അത് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന തെങ്ങും അങ്ങനെ തന്നെയാണ്. പണി നോക്കും. ഇതെല്ലാം ശരിയാക്കാനുള്ള ശ്രമമാണ് എന്ത്? അതിനാണ് ആശ്രമത്തിൽ വരേണ്ടത്. അത് നിരന്തരം എന്നെ വിളിച്ചല്ല ചെയ്യിപ്പിക്കേണ്ടത്. നിങ്ങൾ ഞാൻ ദിവസം വിളിച്ചാലേ വരുള്ളൂ എന്നല്ല പറയേണ്ടത്. അത് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രകൃതി റെഡിയാവും. നിങ്ങളുടെ പൃഥുക്കൾ നിങ്ങളെ തള്ളിക്കൊണ്ടുവരും, ഉറപ്പാണ്. ഓപ്പോസിറ്റ് എത്ര വലിയ പൃഥു ഉണ്ടെങ്കിലും അത് നിങ്ങളെ ഒന്നും ചെയ്യില്ല, നമ്മളെ ഉറപ്പായിട്ട് കൊണ്ടുവരും. ചിലപ്പോൾ ഗുരു നമ്മളോടല്ല സംസാരിക്കുക, ഈ പൃഥുവിനോടാണ് സംസാരിക്കുക. നിങ്ങൾക്കറിയാം അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കും. ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഗുരു പറയുന്നത് ഞാൻ ശരിയാക്കി തരാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളെന്തുണ്ട്, ദൈവമേ ഞാൻ 3-ാം തീയതി പ്രാർത്ഥനയ്ക്കൊന്നും ഒന്നും പറഞ്ഞിട്ടുമില്ല, പക്ഷെ ഞാൻ എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടില്ല. നമുക്ക് സംശയം പറയാൻ പറ്റില്ല. നമ്മൾ പണ്ടൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടി ചോദിക്കും, എന്തെങ്കിലും ചോദിക്കാണ്ടോ, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഗുരു പറയുന്നു. ആരോടത് പറഞ്ഞത്? നമ്മുടെ പൃഥുവിനോടോ നമ്മൾ ആരാധിച്ചവയോടോ ഗുരു പറയും. ചിലതവരോട് ഗുരു ഇങ്ങനെ തന്നെ പറയും, നീ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, ഇവരെ സ്വസ്ഥമായി ജീവിക്കാൻ വിടണം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മുന്നിൽ വെച്ച് ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്ത് സംഭവിക്കും? ആ വീട് പട്ടിണിയാവുമല്ലോ. അയാളോടല്ല പറഞ്ഞത്, ആരോടാ പറഞ്ഞത്? ഏതിനെയാണോ ഉപാസിച്ചത് അതാണ്. പിന്നീട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉപാസനമൂർത്തി ഇന്നതാണ്, ഞാൻ ഇന്നലെയാണ് ഉപാസിച്ചത്. അതുകൊണ്ട് എന്ത് സംഭവിക്കണോ, എൻ്റെ എല്ലാ കാര്യത്തിലും അത് പ്രശ്നമാണ്. എനിക്ക് മദ്യം കഴിക്കുമ്പോഴും എല്ലാത്തിലും എനിക്ക് ആ വാസന വരാറുണ്ട്. അതുകൊണ്ടാണ് ഗുരുവെ ഞാൻ എൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു, നീ മാറി നിൽക്കുക. ഇത് നമ്മുടെ കുടുംബത്തിലുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആശ്രമത്തിൽ വന്ന് നിരന്തരമായി ചിന്തിക്കണം. അത് ഇന്നലെ ആരോ എന്നോട് ചോദിച്ചു, ഒരു ശാന്തിമയമയുടെ ഒരു കുട്ടി, എന്തുകൊണ്ടാണ് ഗുരു സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ പാടില്ല പറഞ്ഞത്? അല്ല, ഒരു സ്നേഹിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ ഈ പറയുന്ന പോലെ ശരീരത്തിനെ ഞാൻ സ്നേഹിച്ചു, അവളെ മുടീനെ ഞാൻ സ്നേഹിച്ചു, അല്ലെങ്കിൽ അവളെ സ്നേഹിച്ചത് എൻ്റെ മുടീനെ ആയിരിക്കും. അതെല്ലാം പിന്നീടാണ് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇതേപോലെയാണ് കടം വാങ്ങുമ്പോഴും ഗുരു പറയാറുണ്ട്, നിങ്ങൾ സാധനം വാങ്ങുമ്പോഴും ഗുരുവിനെ അറിയിക്കണം പറയും, നിങ്ങളൊരു വിദ്യാഭ്യാസത്തിന് പോകുമ്പോഴും ഗുരുവിനെ അറിയിക്കണം പറയും. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മളെ ഈ രീതിയിൽ. അതുകൊണ്ട് നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോഴും ആരോട് പറഞ്ഞിട്ടേ പോവാവൂ? ഗുരുവിൻ്റെ സംരക്ഷണം. ഇല്ലെങ്കിൽ ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ വലത്തോട്ട് തിരിയണവരെ എവിടേക്ക് തിരിയും? ഇടത്തോട്ട് തിരിയും. നട്ടത്തിരിയലായി. ഇപ്പോൾ പറഞ്ഞില്ലേ, ട്രെയിൻ കയറാൻ പോകുമ്പോൾ അവിടെ ഇട്ട് കുഴക്കണുണ്ട. ഇതെല്ലാം ഏത് രാജ്യത്ത് പോകുമ്പോഴും എവിടെയും നമ്മളിങ്ങനെ കുഴക്കും. ഇത് മാറാനെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ചിട്ടയായ പ്രാർത്ഥന ചര്യ കൂടണം. അങ്ങനെ കൂടുമ്പോൾ പ്രമോദേട്ടൻ്റെ അസുഖം മാറിയതുപോലെ അല്ലേ?
ഇവിടെ നിന്നും പലവരുടെ അസുഖം മാറുന്നത് എങ്ങനെയാ? അവൻ്റെ DNA തിരുത്തപ്പെടുക. ഇതിനൊരു ഭാഗ്യം തന്നെ വേണമെന്നാണ് ഗുരു പറഞ്ഞു. ഇതിന് ഭാഗ്യം, അതാണ് ഞാൻ ഇവിടെ വായിച്ചത്. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യം നമുക്കില്ല. ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കും, അല്ലേ? നമ്മൾ ആ ഗോത്രത്തിലേ ജനിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഗുരു പറഞ്ഞു. ആ ഗോത്രധർമ്മത്തിൽ വരുമ്പോൾ ആ ഗോത്രത്തിലിരിക്കുന്ന സകലതും ഞാൻ അനുഭവിക്കണം. ആ ഭാഗ്യക്കേടുകളെല്ലാം. ഈ ഗതികേട് മാറിക്കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗുരുവിനെ മുറുക്ക പിടിച്ചോളണം. പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദുഃഖങ്ങൾ മാലപ്പടക്കം പോലെ വരും. ഏതുപോലെ വരിക? മാലപ്പടക്കം പോലെ വരും. അതെന്ത് ചെയ്യണം? വളരെ ആനന്ദത്തോടെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ രാമകൃഷ്ണേട്ടനൊക്കെ ഇവിടെ വന്നൊരു ദിവസം ഇവിടെ പച്ചക്കറി വെച്ചിട്ട് നനയ്ക്കാൻ ആളില്ലാണ്ട് ഭയങ്കര ദുഃഖമാണ്. എന്നാൽ അവനോട് പറഞ്ഞാൽ അവൻ നനച്ചു കൊടുക്കൂല. അപ്പം എന്താ കാരണം? ഇവിടെ ആ പ്രകൃതിയിൽ ആ ധർമ്മം വരാനുള്ളൊരു വശം നമ്മൾ ഉണ്ടാക്കണം. വേണ്ടേ? അതിനുവേണ്ടിയാണ് നമ്മളോട് ഇതിനു വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറയുന്നത്. നമ്മുടെ എപ്പോഴും ഈ ഓങ്കാരം വെച്ചോ അന്ന് മുതൽ എന്തില്ല കണ്ണൂരിൽ അട്ടി കുറഞ്ഞെന്നോ ഇപ്പോൾ കേൾക്കാനേ ഇല്ല. ഉണ്ടോ? വെട്ടും കുത്തൊന്നും കേൾക്കാനില്ല. ഉണ്ടോ? ഇല്ല. ഒന്നും കൂടി നമ്മൾ സ്ട്രോങ് ആക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതൊക്കെ ഇവിടുന്ന് പോയിട്ട് ഏറ്റവും നല്ല ജില്ലയിൽ മാറണ്ടേ നമ്മൾ, അല്ലേ? നല്ല സൗകര്യത്തോടും ആനന്ദത്തോടു കൂടിയും എല്ലാവർക്കും ജോലിയും സമൃദ്ധിയും ഒക്കെയുള്ള ഒരു ജില്ലയായി മാറണം. അതിനെന്ത് ചെയ്യണം? ഈ ജില്ലയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ള മുൻകാലത്ത് സകലതിനെയും നമ്മൾ നീക്കണം. അത് ചെറിയ പണിയൊന്നുമല്ല. ഏത്? പിന്നെ അത് മാറ്റുമ്പോൾ അത് പൊയ്ക്കോളും. അവരും മാറ്റപ്പെടും, പരിണാമപ്പെടും. അതല്ല ഗുരുവിൻ്റെ ഒരു അവസ്ഥയിൽ ഗുരു കാണിച്ചു കൊടുത്ത് ഒരു പുലിക്ക് ഗുരു പങ്കു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പുലി എന്താ ചെയ്യണ്? ഗുരുവിനെ കടിച്ചു ഉരുട്ടുകയാണ്. ഗുരുവിൻ്റെ ദേഹത്ത് മുഴുവൻ ബ്ലഡാണ്. അപ്പോഴും ഗുരു എന്താ ചെയ്യണം? കൊടുത്തോണ്ടേ. അപ്പോൾ ആ പുലി എന്തായി മാറുകയാണ്? പിന്നീട് ഒരു മനുഷ്യനായി മാറുകയാണ്. ഇങ്ങനെ നമ്മളെ ഓരോരുത്തരെയും ഗുരു തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഗുരുവേ, ഇതൊന്നും നമുക്ക് പറ്റിയതല്ല. ഞങ്ങൾ പതുക്കെ അർജുനനെ പോലെ വില്ലും കാലൊക്കെ അവിടെ വെച്ചിട്ട് പറയും, ഇതൊന്നും ശരിയല്ല. പറയൂല്ലേ? അല്ലേ? യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞ പോലെ ഇതൊന്നും ശരിയല്ല, അവിടെ നമ്മൾ താഴെ വയ്ക്കില്ലേ? ഇത് നമ്മുടെ ഗതികേടാണ്. ഇത് മാറിക്കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആശ്രമത്തിൽ ഒന്ന് കഷ്ടപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അത് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ബാക്കി പിന്നെ സംസാരിക്കാം കേട്ടോ. കുറേ ചോദ്യങ്ങളൊക്കെ ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. പക്ഷെ 2:40 ഇനി കൂടുതൽ പോയി കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും. ശ്രദ്ധാഭക്തി വേണമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഭക്തി എങ്ങനെയായിരിക്കണം? ശ്രദ്ധാപൂർവമായിരിക്കണം. എന്തായിരിക്കണം? ഓവർ ഭക്തി കാണിച്ച് മറ്റുള്ളവരുടെ മേൽ പ്രവർത്തിക്കരുത്. അപ്പോൾ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ ചിട്ടയ്ക്കും അതിൻ്റെ ധർമ്മത്തിനെ ചെയ്തു പോകണം. അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. അപ്പോൾ നമ്മൾ പൂടിനിട്ടുണ്ടോ? അവിടെ ഇരുന്ന് ആൾക്കാരുണ്ട്, ഞാൻ അവിടെ കാണാറ് ചിലവരോ. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നോക്കുമ്പോഴും ഒക്കെ എന്ത് വേണം? ശ്രദ്ധയുള്ളവരായിരിക്കും. അങ്ങനെയുള്ള ഭക്തിയാണ് ഗുരു എപ്പോഴും ആവശ്യപ്പെടുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണം നമ്മുടെ ആരാണ്? ഒരു ജന്നി പറയുകയുണ്ടായി. ജന്നിപ്പോൾ ഗുരുജ്യോതിയിലാണെങ്കിൽ ആ ജന്നി പറഞ്ഞത് ഒരു പിടിയരി ശ്രദ്ധയില്ലാതെ മാറ്റിവെച്ചു. ഗുരുവിന് ആഹാരം ഉണ്ടാക്കാൻ ഓരോരുത്തർക്ക് ഡ്യൂട്ടിയാണ്. അന്ന് ആ ജന്യക്കാണ്. അപ്പോൾ ഗുരു ആ പിടിയരി കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ പോയി നോക്കുമ്പോൾ ആ പിടിയരിയൊന്നും കാണാനില്ല അടുക്കളയിൽ. മനസ്സിലായി? അപ്പോൾ വേറെ എന്തോ കൊണ്ട് കൊടുത്തു. ദൈവത്തിൻ്റെ അടുത്ത് ഈ കളയൊന്നും നടക്കില്ലല്ലോ. പിടിച്ചു. ഭയങ്കര പ്രശ്നമായി. എൻ്റെ ഇപ്പോൾ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ്. എന്തിനാ പറഞ്ഞേക്കണത്? ഈ അരി മാറ്റി വെച്ചു, ശ്രദ്ധയില്ല. ആകെ പ്രശ്നമായി. 2-ാം ദിവസം മീറ്റിംഗ്. അപ്പോൾ രസന്മാരെല്ലാം കൂടി പൊയ്ക്കോളൂ ഒക്കെ പറഞ്ഞിട്ട് ആകെ കരച്ചില്ല ബഹളം.
പിന്നെന്താ ചെയ്ത്? ആശ്രമത്തിന് ചുറ്റും 3 വലം വെപ്പിച്ചു. എങ്ങനെ അറിയോ? കൊട്ടും പാട്ടൊക്കെ ആയിട്ട് തലയിൽ ചൂലൊക്കെ വെച്ച് ഒരുപാട് കഥയുണ്ട്. എന്നിട്ട് വന്ന് ഗുരുവിൻ്റെ കാലിൽ വീണിട്ട് പറഞ്ഞു, ഞാൻ ശ്രദ്ധാപൂർവം ഇനി നോക്കിയും കണ്ട് ഞാൻ ചെയ്തോളാം. അപ്പോൾ ഗുരു പറഞ്ഞു, മതി, ഇത് എൻ്റെ നിന്ന് വരാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യണം. ഇത് എവിടുന്നേ കിട്ടുള്ളൂ? ആശ്രമത്തിനെ കിട്ടുള്ളൂ. മനസ്സിലായോ? ശ്രദ്ധയില്ലാതെ ഒരു ഉരുളി പൊട്ടിച്ച ഒരാൾ, ആരാണ് ഞാൻ പറയുന്നില്ല, അയാൾ ആശ്രമത്തിലില്ല. അയാൾ ഭയങ്കര ബ്രഹ്മചാരിയാവുന്നു, നാളെ തന്നെ സന്യാസിയാവുമെന്ന് പറയുന്ന ഒരാളായി. അപ്പോൾ സ്നേഹാത്മസ്വാമിയാണ് കൊണ്ടുപോയത്. ഗുരു തിരിഞ്ഞു കിടന്നിട്ട് പറഞ്ഞു, അവൻ ഇന്ന് വരെ നേടിയ പുണ്യം മുഴുവൻ അവൻ കളഞ്ഞല്ലടാ, ഞാൻ എന്ത് ചെയ്യാനാണ്? അവനോട് പ്രാർത്ഥിക്കാൻ പറയൂ. അപ്പോൾ അവൻ പറഞ്ഞെന്താ അത്ര? ഗുരു ചീത്തയൊന്നും പറഞ്ഞില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പിന്നീട് അദ്ദേഹം പതുക്കെ ചന്ദ്രൂര് വെച്ചും അവിടെ നമ്മുടെ ഒക്കെ പോയി. നമ്മളെപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും ആശ്രമത്തിൽ നിൽക്കുമ്പോൾ, ഇപ്പോൾ പൂകെട്ടണ അവിടെ ആയാലും ശരി, അടുക്കളയിലായാലും ആഹാരം കഴിക്കുന്ന അവിടെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യാറാണ്. നമ്മളെ വളരെ അലക്ഷ്യമായി കളയുന്ന ഒരു വറ്റ് ചോറ് മതി നമ്മളെ പട്ടിണിക്കിടാൻ. അതൊരു അനുഭവമുണ്ട്, ഞാൻ പിന്നെ പറയാം. അലക്ഷ്യമായി നമ്മൾ ഇടുന്ന വസ്ത്രം മതി നമ്മൾ വസ്ത്രമില്ലാതാകും. അലക്ഷ്യമായി നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട്, എൻ്റെയോ ആരുടെയും ശ്രദ്ധ കൊണ്ട് അടുക്കളയിൽ സംഭവിച്ച ഈ ഇരിക്കുന്ന പ്രമോദേട്ടന് നാളെ പഞ്ചസാര കിട്ടില്ല. അത് നമ്മുടെ സമർപ്പിക്കുന്ന സാധനമൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കും വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചെടുക്കും. എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞാൽ നിർത്തിത്തരാം. പാലക്കാട് ആശ്രമത്തിന് ഉദ്ഘാടനം കഴിഞ്ഞു 2000. അവിടെ ഇതുപോലൊരു സ്റ്റോർ ഉണ്ടായി. അത് നിറഞ്ഞു കവിയും. എന്തൊക്കെയായാലും വരുന്ന ദൈവത്തിന് പോലും അറിയില്ല. അങ്ങനെ നിറയണം. പഞ്ചസാര, അത് ഇത്, അരി, എണ്ണ, നെയ്യ്, ഇങ്ങനെ നിറയും. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഞാനായിരുന്നു സെക്രട്ടറിയാണ്, ആശ്രമ സെക്രട്ടറി. അപ്പോൾ എന്നെ ജന്യമാർ വിളിച്ചിട്ട് പറഞ്ഞു, ദാസ നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ പാലക്കാട് കുറച്ച് കടമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് കടം വിട്ടാൽ. ഞാൻ പറഞ്ഞു, ഞാനില്ല, നമുക്ക് ഗുരുവിനോട് ചോദിച്ചിട്ട് ചെയ്യാം. എന്തായാലും അന്ന് ശിഷ്യപൂജ ആയിട്ടില്ല, ജന്യ ഉണ്ടല്ലോ, നമുക്ക് ചോദിക്കാം, ആരുടെയും ചോദിക്കാം. അപ്പോൾ അതിൽ തന്നെ ഒരു ജന്യ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ ഉപയോഗിക്കാം, കൊടുക്കേണ്ടതാണ്. പക്ഷേ സന്യാസിമാരല്ലേ, അവർക്ക് അതിനുള്ള ഉള്ളതുകൊണ്ട് അവരെന്ത് ചെയ്തു, അതെടുത്ത് വിറ്റു. നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റോറിൽ കൊണ്ട് കൊടുത്ത് അതിൻ്റെ പൈസയൊക്കെ വാങ്ങി അതിൻ്റെ ഇതൊക്കെ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു ചായ ഇടാനുള്ള പഞ്ചസാര പോലും അവിടെ ഇല്ല. എന്തില്ല? ഒരു ചായ ഇടാനുള്ള പഞ്ചസാര പോലും അവിടെ ഇല്ലാതെ. ഞാനാണ് സെക്രട്ടറി, ദിവസം എനിക്കാണ് ഫോൺ വരുന്നത്. അത് ഇൻകമിങ് കാളിന് കാശുണ്ട്. ആകെ പ്രശ്നം, നമ്മൾ കഴിയുന്ന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, എന്നിട്ട് അവിടെ തികയുന്നില്ല. അങ്ങനെ 3-ാമത്തെ പ്രാർത്ഥനയ്ക്ക് ജന്യോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ശിഷ്യഭൂതയായിട്ടിലേക്ക് അവസ്ഥാപൂർത്തികരണം നടക്കുന്ന ആ വേദനയിലാണ് പോയിട്ട് ഒരു കിലോ പഞ്ചസാര വാങ്ങിയിട്ട് ഓടാം. നമ്മുടെ അന്നത്തെ സ്റ്റോറ് ആ നമ്മുടെ ആശ്രമത്തിൽ ലെഫ്റ്റ് സൈഡ് പോകുമ്പോൾ സ്റ്റെപ്പ് കയറിയിട്ട് ആ ഇവിടെ പ്രിൻറ്റിങ് പ്രസ്സിൻ്റെ അവിടെ പോയി ഞാൻ 1 കിലോ പഞ്ചസാര വാങ്ങി അത് നല്ല പൊതിഞ്ഞ് ഗുരുവിൻ്റെ ശിഷ്യഭൂതരെ കൊടുത്തു. ശിഷ്യഭൂത സങ്കല്പിച്ച് തന്നു, അതവിടെ കൊണ്ട് വെക്കടാവും. അന്നു മുതൽ അന്നവസ്ത്രാദി മുട്ടാതെ കുറച്ച് കാലം ഞാൻ വരുന്നത് വരെ എന്തില്ല, പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നു. അതാണ് ശ്രദ്ധ, ഭക്തി. ഭക്തിയാണിത്. അതെ, അത് നമ്മൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും ഗുരു പറഞ്ഞ 4 കാര്യം വരരുത്. ജാതി, മതം, അല്ലേ, വലിപ്പ ചെറുപ്പം, അസൂയ, ഇതുപോലത്തെ കാര്യങ്ങൾ വരാതിരുന്നാൽ പ്രവൃത്തി തെറ്റില്ല. അതാണ് ഏത് കാര്യവും ആരോട് ചോദിച്ച് ചെയ്യണം. അപ്പോൾ തെറ്റ് വരുമോ? പക്ഷെ ഗുരു പറയുന്ന പ്രവൃത്തി നമുക്ക് എന്തായിരിക്കും, വിചിത്രമായിരിക്കും, കറക്റ്റ് വിചിത്രമായിരിക്കും. പക്ഷേ അതായിരിക്കും ശരിയാവും. മനസ്സിലാവണ്ടോ? അതുകൊണ്ട് പ്രവൃത്തിയിൽ എന്ത് വരരുത്,
തെറ്റ് വരരുത്. പ്രവൃത്തി എങ്ങനെയായിരിക്കണം? അതിൽ ധർമ്മമുണ്ട് അധർമ്മമുണ്ട്, രണ്ടും അതിലുണ്ട്. എല്ലാം ശരിയാണെന്ന് സത്യമാണെന്ന് ഗുരു പറഞ്ഞിട്ടില്ല. അസത്യവും സത്യവും ചേർന്നാണ് ഏത്? ഈ ഭൂമി. അതിൽ സത്യം മാത്രമായിട്ട് നിലനിൽക്കില്ല. നിൽക്കുമോ? നിൽക്കാൻ പറ്റില്ല. അസത്യം ഇല്ലെങ്കിൽ സത്യം നിലനിൽക്കുമോ? ഇല്ല. അസത്യം മാറ്റി മാത്രം നിലനിൽക്കുമോ? ഇല്ല. രണ്ടുമുണ്ട്. പിന്നെ രണ്ടിൻ്റെ ഇടയിൽ കൂടെ വരാം. ചിലത് സത്യങ്ങളായിരിക്കും. സത്യം വ്രതാന്നേ പറഞ്ഞല്ലോ. സത്യത്തിന് നീ വ്രതം ചെയ്താൽ മതി എന്നേ പറഞ്ഞു. മറ്റേതൊക്കെ നീ പാലിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മം പാലിക്കണം അല്ലേ? പക്ഷെ സത്യത്തിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ആപേക്ഷികമാണ്. സൂര്യൻ കിഴക്കല്ല ഉദിക്കുന്നത് അല്ലേ? അത് സത്യമല്ലേ? എന്നാ സത്യമാണോ? അല്ല. സൂര്യന് ഉദയമില്ല, അസ്തമില്ല. ഇതാണ് നമ്മൾ പഠിക്കില്ല. എന്താ? വിദ്യാവിദ്യകൾ രണ്ടും രണ്ടും പഠിക്കണം. അസത്യവും സത്യത്തിനിടയിൽ കൂടെ പോകണം. രാവിലെ ചൊല്ലാറില്ലേ? അല്ല അറിയില്ല. ഈശാവർഷ പുരക്ഷത്തില്ല ഒരു വരിയാണ് ഞാൻ ചൊല്ലിയത്. അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ കൂടെ പോകണം. അപ്പോൾ ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ചില സത്യങ്ങൾ അറിയും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അസത്യത്തിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? സത്യം നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ വ്യക്തിയെ നിലനിർത്താൻ വേണ്ടി അല്ലേ? ഞാനൊരു വ്യക്തി, ഇവിടെ എക്സ് എന്ന വ്യക്തി പ്രസ്ഥാനത്തിന് ഞാൻ സത്യം പറഞ്ഞാൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അവിടെ ഒന്ന് ന്യൂട്രാക്കും. സത്യം വ്രതാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ? സത്യം ചരാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ വ്യക്തി പോകില്ല. അവനെ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അല്ലേ? ജീൻ വാൾജിൻ്റെ കഥ കേട്ടിട്ടില്ലേ? ജീൻ വാൾജിൻ എന്ത് ചെയ്തു? വിളക്കുകാല് കട്ടു, പോലീസ് പിടിച്ചു, ബിഷപ്പിൻ്റെ മുന്നിൽ ഹാജരാക്കി. ബിഷപ്പ് പറഞ്ഞാൽ എന്താ? ഞാൻ കൊടുത്തതാണ്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, അങ്ങേക്ക് എങ്ങനെ ഇയാളെ അറിയും? അവൻ എൻ്റെ സഹോദരനാണ്. അതാണ് മഹിമ അല്ലേ? അവിടെയാണ് ലോകത്തിൻ്റെ സ്നേഹം കിടക്കുന്നത്. ഇങ്ങനെ എത്രയോ പ്രാവശ്യം ഗുരു ചെയ്തിട്ട് നമ്മളോട്. അവിടെ നമ്മുടെ ആയുർവേദത്തിൽ നമ്മുടെ ഹൃദയശാന്തി കാണാനില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറഞ്ഞു വെച്ചു കഴിക്കാൻ നല്ല സ്വാദുള്ള സാധനം ആയതുകൊണ്ടും മപ്പ് കയറുന്നതുകൊണ്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ മിടുക്കന്മാരുണ്ട്. നമ്മുടെ അതിഗംഭീരന്മാരാണ്. അവരെന്ത് ചെയ്തു? AKG കലക്കി വെച്ചിട്ട് മാറിയിരുന്നു. നല്ലതൊക്കെ എടുത്ത് മാറ്റിയിട്ട് എൻ്റെ ആ അവസാന അടിത്തട്ടില്ല, അതിൽ AKG കലക്കി അവിടെ മാറിയിരുന്നു. അവൻ വയറ്റിന്നും ഛർദിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിച്ചവൻ അല്ലേ? അവൻ പറയണത് ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ ഞങ്ങൾ നീ ഛർദിക്കണം, വയറ്റിന്നും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഗുരുവിൻ്റെ മുന്നിൽ ഹാജരാക്കി. ഗുരു പറഞ്ഞു സാരില്ല, അവന് ഒരു കുപ്പി ഹൃദയശാന്തി കൊടുക്കും, നല്ലോണം കുടിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു നീ ഇങ്ങനെ കഴിക്കരുത്, ഹൃദയശാന്തി കഴിച്ചാൽ അത്ര നല്ലതല്ല അത്. അപ്പോൾ അതാണ് ഗുരുവിൻ്റെ സ്നേഹം. അവൻ അതോടുകൂടി തിരുത്തപ്പെട്ടു അല്ലേ? പിന്നീട് ഒരിക്കലും അത് ചെയ്തിട്ടില്ല. എൻ്റെ റൂം വൃത്തിയാക്കാൻ 2 പയ്യന്മാർ വന്നു. പേര് ചോദിക്കരുത്, ഇപ്പോഴല്ല, തിരുവനന്തപുരത്ത് വന്നു. എനിക്കന്ന് സ്പെഷ്യൽ റൂമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റിയുടെ ആളായിട്ട്. അപ്പോൾ ആ റൂമിലാണ് ഞാൻ കിടക്കാറ്. നമ്മുടെ ജന്യന്മാരുടെ കെട്ടിടത്തിൻ്റെ ഈ അറ്റത്ത് കാണുന്നത് ഇപ്പോൾ അത് പ്രതിഭാജനയുടെ ഓഫീസാണ്. അത് വൃത്തിയാക്കരുത്. അങ്ങനെ വൃത്തിയാക്കി. ഇപ്പോൾ എൻ്റെ 2 സാധനം കാണാനില്ല. 2 സാധനം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പോയിക്കോട്ടെ. അതാ ആളെ കയ്യോടെ പിടികൂടി. അവൻ്റെ അച്ഛനും അമ്മയും കൂടി എൻ്റെ അടുത്ത് കൊണ്ട് ഹാജരാക്കി. ഞാൻ ജന്യ അടുത്ത് പോയി പറഞ്ഞു. ജന്യ എന്താ പറഞ്ഞു? ഭാനുപ്രകാശ് സ്വാമിയെ കാണിച്ചു അവനെ ഹോമിയോ മെഡിസിൻ വാങ്ങിക്കൊടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തു? ആ എടുത്ത 2 സാധനം നീ എടുത്തോ മോനെ, സാരില്ല, ഞാനത് പിന്നെ വാങ്ങിക്കൊള്ളാമോ. അവൻ പിന്നെ ഇന്നും അവൻ നല്ല ഉദ്യോഗസ്ഥനായി. ഞാനൊരു 8 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ഇന്നും അവൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. അവൻ്റെ ആ പ്രകൃതിയിൽ നിൽക്കുന്ന അവൻ്റെ ആ സൂക്ഷ്മഭാവമാണ് അവനെ വട്ടത്തിരിപ്പിച്ചു അല്ലേ? അതിനെന്ത് ചെയ്യണം? ഗുരുവിനെ കൊണ്ട് തിരുത്തണം. അതുകൊണ്ടാണ് ഗുരു അന്ന് പറഞ്ഞത്, ലോകത്തെ ഏറ്റവും വലിയ ദുഷ്ടനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാ, അവൻ്റെ ദുഷ്ടത്തരം ഞാൻ മാറ്റിത്തരാവോ. അന്ന് സദ്ദാം ഹുസൈനായിരുന്നു ഏറ്റവും വലിയ ദുഷ്ടൻ അല്ലേ? 90-92 കാലങ്ങളിൽ ഏറ്റവും വലിയ ദുഷ്ടനാരായിരുന്നു? സദ്ദാം ഹുസൈനാണ്. എല്ലാവരും അവനെയാണ് പറഞ്ഞില്ല അല്ലേ? ഇപ്പോഴാണ് ബില്ലാദം വന്ന് പിന്നെ അത് വേറെ ആൾക്കാരൊക്കെ വരും. കാരണം അവനത് ചെയ്യാനുള്ള കാരണമുണ്ടെന്നാണ് ഗുരു പറഞ്ഞത്. മനസ്സിലാവണ്ടേ? അതുകൊണ്ട് എന്ത് വേണം? പ്രവൃത്തിയിൽ
തെറ്റ് വരാതെ ശ്രദ്ധിച്ചാൽ അത്രേ ഉള്ളൂ. അല്ല പ്രവൃത്തി തെറ്റ് വരില്ല എന്ന് ഞാൻ പറയില്ല, വരും. അത് ഗുരുവിനോട് പറഞ്ഞ് തിരുത്തിക്കാം. അപ്പോൾ ഞാൻ നിർത്താം. വേറെ ചോദ്യങ്ങളൊന്നും ഉണ്ടാകാമെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? എനിക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. ഞാൻ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചു, അല്ലേ? നമ്മുടെ ആരാധനയിൽ ഭസ്മവും തീർത്ഥവും കിട്ടാത്തൊരു ആരാധനയുണ്ട്, അറിയോ? ദീപം തരില്ല, ഭസ്മം തരില്ല, തീർത്ഥം തരില്ല. 5 ആരാധനയ്ക്ക് എല്ലാം കിട്ടും. രാവിലെ സുഖമായി കിട്ടില്ല, ഭസ്മം തീർത്ഥമൊക്കെ എല്ലാം തരും, ആദ്യം തരും. ആര് പറഞ്ഞു? ഇവിടെ നമ്മൾ കൊടുക്കാമല്ലോ, ആരാധന ചെയ്യുമ്പോൾ കൊടുക്കാറുണ്ട്. തിരുവനന്തപുരത്താണ് ആരോ, ഞാനല്ല 5 ചെയ്തിരിക്കുന്നത്. എത്ര പ്രാവശ്യം? അത് അമ്മത്തിപ്പോൾ ലേറ്റായി പോയതുകൊണ്ടേ എനിക്ക് തോന്നുന്നില്ല. 5ന്റെ ആരാധനയ്ക്ക് തിരുവനന്തപുരത്ത് കൃത്യമായി ദീപവും ഭസ്മവും നിന്ന് തരും. എന്നാൽ ഒരു ആരാധനയ്ക്ക് ഭസ്മവും തീർത്ഥവും ദീപവും തരില്ല. അതേതാ നിങ്ങൾ കണ്ടുപിടിക്കുക. 12 മണിക്ക് കൊടുക്കും. ഞാനല്ല ചെയ്യുന്നത്. 3 മണിക്കും കൊടുക്കും. വൈകുന്നേരം 5 മണിക്കൊക്കെ സുഖമായി തിരുന്നിട്ടാണ് അവിടെ തുറച്ചു കൊടുക്കും. പുലർച്ചെ 3 മണിക്ക് ഞാനും ചെയ്തിട്ടുണ്ട്, സുഖമായി കൊടുക്കും. അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നവർക്ക് ഭക്ഷണം കിട്ടുക. ഉറക്കെ പറയും. പൗർണമി ദിവസത്തിൻ്റെ 3 ദിവസം മുമ്പും പൗർണമി കഴിഞ്ഞ് 3 ദിവസവും രാവിലത്തെ 5ന്റെ ആരാധനയ്ക്ക് എന്ത് കിട്ടില്ല? ഭസ്മവും ദീപവും തീർത്ഥവും കിട്ടില്ല. ആ സമയത്ത് അഖണ്ഡ നാമം, അതീവ സത്യപ്രകാശം ചൊല്ലി ബലപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ചോദ്യത്തിന് മറുപടി ആ അമ്മ പറഞ്ഞു, വെരി ഗുഡ് കേട്ടോ. ശരി. അപ്പോൾ ഇതുപോലത്തെ പല കാര്യങ്ങളും, ആശ്രമത്തിൻ്റെ കാര്യം നിങ്ങൾ അറിയണം കേട്ടോ. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് ധ്വജ ഉയർത്തണം? എന്താണ് പർണശാലയുടെ അർത്ഥം? എന്താണ് സഹകരണ മന്ദിരത്തിൻ്റെ അർത്ഥം? ഒക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ. അപ്പോൾ എൻ്റെ വാക്കുകൾ പരമകാരുണ്യമായ ഗുരുവിൻ്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ. നീ ആരാ നന്ദി പറയാനുണ്ട്? നീയാണ്, ഞാൻ പറയാം.